മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ്റെ ശത്രുക്കൾക്കൊക്കെ നല്ല തിരിച്ചടി കൊടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. ഇത്രയും നാളും കണ്ണനാണെങ്കിൽ ആരെയും ഉപദ്രവിക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ നന്മയുടെ പാതയിലൂടെ തന്നെ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ വീണ്ടും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പ്രതാപം നോക്കിയതുകൊണ്ട് തന്നെ കണ്ണനൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആരെയും വെറുതെ വിടേണ്ട കാര്യമില്ല, എല്ലാവരും ഇങ്ങോട്ട് എങ്ങനെ പെരുമാറണോ അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മളുടെ പ്രതാപനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ രാത്രി മൊത്തം കിടന്നിങ്ങനെ കരഞ്ഞു വിളിക്കുന്നുണ്ട്, എനിക്ക് വേദന എടുത്തിട്ട് പാടില്ല എന്ന്. ആ സമയത്ത് കരുണയും പ്രതാപൻ്റെ അമ്മയും കൂടെ ചെന്നിട്ട് ഒന്ന് കരയാതെ കിടന്ന് ഉറങ്ങുക, രാവിലെ ആകുമ്പോൾ എല്ലാം മാറിക്കോളൂ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, രാവിലെ ഞാൻ ജീവനോടെ എഴുന്നേക്കുമെന്ന് എന്നെ സംശയം, ആ മാതിരിയല്ലേ അവനെന്നെ തല്ലി ചതച്ചതെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ തല്ലി ചതച്ചത് ആ മഹാലക്ഷ്മിയുടെ കൂട്ടുകാർ തന്നെയായിരിക്കും, കുറേ കുണ്ടകളെ അവൾ കൂടെ കൊണ്ടുപോയി നടക്കുന്നുണ്ടല്ലോ, ഈ ആ മാർക്കോ തന്നെയായിരിക്കും എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഈ മാർക്കോയെ ആവില്ല മുത്തശ്ശി, മാർക്കോയുടെ ബള്ളറ്റിലേക്കല്ലേ മേഹേട്ടൻ കാറിടിച്ച് കയറ്റിയത്, അങ്ങനെ മാർക്കോ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലാണ്. അന്ന് മേഹേട്ടനക്ക് അബദ്ധം പറ്റി, ആ കാറിടിച്ച് കയറ്റിയപ്പം ആ മാർക്കോയെ കൊല്ലണമായിരുന്നു. എന്തായാലും അച്ഛൻ്റെ ലോറി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ ലോറിയും കൊണ്ട് എവിടെയെങ്കിലും പോണ സമയത്ത് അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് തന്നെ ചെയ്യണം അച്ഛാ, അവനെ വെറുതെ വിടരുതെന്ന്. ഈ സമയത്തൊക്കെ പ്രതാപനാണെങ്കിൽ ഭയങ്കര വേദനയെ കിടന്ന് പൊളയാണ്. എന്നിട്ട് പ്രതാപൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ പ്രതാപന് വീണ്ടും വേദന എടുക്കുന്നുണ്ട്. കാരണം കണ്ണൻ്റെ തീരുമാനം പ്രതാപൻ്റെ വാരിയിൽ ഒടിക്കണമെന്ന് തന്നെയായിരുന്നല്ലോ. അങ്ങനെ വാരിയിൽ എന്തോ പൊട്ടിയിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഈ പ്രതാപം കിടന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് കരുണയും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, ഒന്ന് കിടന്നുറങ്ങ്, രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാം ഭേദമായിക്കോളും, ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണു. അങ്ങനെ ആ പ്രതാപൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് വീണ്ടും വേദന എടുത്ത് കരയുമ്പോൾ പ്രതാപൻ്റെ അമ്മ മോഹിനിയോട് പറയുന്നുണ്ട്, എടി മോഹിനി, കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുപാടി, ഇവൻ്റെ മേത്തൊക്കെ ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ മോഹിനി വെള്ളം ചൂടാക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ കരുണയോട് പറയുന്നുണ്ട്, മോളെ എന്തായാലും ആ ഉണ്ണിക്കുട്ടനൊന്ന് വിളിച്ച് നോക്കിക്കേ, അവൾ ആ പലഹാരം കഴിച്ച് അവളുടെ കുഞ്ഞ് പോയോന്ന് അറിയാമല്ലോ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു മുത്തശ്ശി, അപ്പോൾ ഉണ്ണിയേട്ടനൊന്നും പറഞ്ഞില്ല, എന്തായാലും ഒന്നും കൂടി വിളിച്ച് നോക്ക് മോളെ എന്ന് പറയണം. അങ്ങനെ കരുണയാണെങ്കിൽ ഫോണെടുത്ത് ഉണ്ണിക്ക് വിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ തിരിച്ച് തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ ചെന്നിട്ട് മഹാലക്ഷ്മിയെ കാണാനായിട്ട് റൂമിലോട്ട് ചെല്ലുമ്പം ലേഖ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പം, എന്തായാലും എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയവനെ ഞാനൊന്ന് കൈകാര്യം ചെയ്യാൻ പോയതാ, എന്തായാലും അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി അവൻ ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവൻ്റെ അവസാനം. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ്റെ കയ്യിൽ തന്നെ കുഴപ്പമാണ്, ഇതിനു മുന്നേ അവർ പല പ്രാവശ്യം മഹിയെ കൊല്ലാൻ നോക്കിയതാ, അന്നേ അവർക്കുള്ള തിരിച്ചടി കൊടുക്കണമായിരുന്നു, അതെങ്ങനെയാണ് കണ്ണേട്ടൻ രണ്ടാനമ്മേനെയും മക്കളെയും അവിടെ നിന്ന് ഇറക്കി വിടാൻ തയ്യാറല്ല, അതുപോലെ തന്നെ മഹിയാണെങ്കിലും രണ്ടാനച്ഛനെയും അനുജത്തിനെയും സംരക്ഷിക്കാനാണ് നോക്കണേ, നിങ്ങൾ ഇനിയും അവരുടെ മുന്നിൽ നല്ലവരായി നിന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, എനിക്കും കുഞ്ഞിനും ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇനിയിപ്പോൾ അവർ അതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ലേഹയെന്ന്. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട്, ഈ മഹിയുടെ രണ്ടാനച്ഛനേക്കാളും ദുഷ്ടൻ ഉണ്ണി തന്നെയാണ്, അവനെ എത്രയും പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എന്തായാലും അതുപോലെ ഒരുത്തനെ കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ അറിയാൻ ഇത്തിരി വൈകിപ്പോയി, ഞാനും മഹിയും തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ മഹീനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇന്നെന്താണോ അങ്ങനെ സംഭവിച്ചില്ല, നേരം വെളുത്തതിന് ശേഷം ഉണ്ണി വന്ന് എന്നോട് വിവരങ്ങൾ പറഞ്ഞ് ആ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴേക്കും മഹിയാണെങ്കിൽ ആ പലഹാരമൊക്കെ കഴിച്ചിരുന്നു, ഉണ്ണിയുടെ മുഖത്തെ അന്നേരത്തെ സന്തോഷം കാണണം ലേഹയെന്ന്. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ കുഞ്ഞ് പോയി, അതും അവൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ മഹിക്കൊരു കുഞ്ഞുണ്ടാവരുതെന്നായിരിക്കും അവൻ്റെ ആഗ്രഹം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കരുണയുടെ കുഞ്ഞ് പോയെങ്കിലും ഇനിയും കരുണയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, പിന്നെ എന്താ കുഴപ്പം, എന്തിനാ അവർ ഒരു ജനിക്കാത്ത കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിക്കണമെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവരൊക്കെ അസുര ജന്മങ്ങളല്ലേ, എന്തായാലും ഇനി എനിക്കും തനിക്കും എതിരെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും, ഇനിയിപ്പോൾ ഞാൻ നടന്നു തുടങ്ങിയെന്ന് അവരറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ലാന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് വേണ്ട കണ്ണേട്ടൻ നടന്നു തുടങ്ങിയെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് കണ്ണേട്ടൻ്റെ അന്ന് അവർ തിരിച്ചറിയും, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ
ഒരിക്കലും ഈ കുഞ്ഞ് ജനിക്കാൻ അവർ സമ്മതിക്കില്ല. എങ്ങനെയും എന്നെയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത് വരെ നമ്മളിത് രഹസ്യമാക്കി തന്നെ വയ്ക്കണം കണ്ണേട്ട. ആ സമയത്ത് ലേഹ്യം പറയുന്നുണ്ട്, അത് മഹി പറഞ്ഞത് നേരെ കണ്ണേട്ട. അവരിത് കണ്ണേട്ടൻ്റെ കുഞ്ഞാന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ നശിപ്പിക്കും. ഇപ്പം മഹിയുടെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ നശിപ്പിക്കാൻ നോക്കണ അസുര ജന്മങ്ങളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ അവരെ മനസ്സിലാക്കി നിങ്ങളിൽ നിന്നും അവരെ അകറ്റി നിർത്തുക. ഇല്ലെങ്കിൽ കണ്ണേട്ടനും മഹിയും സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. അവിടെ ചെന്നിട്ട് എൻ്റെ അനിയൻ്റെയും എൻ്റെ രണ്ടാനമ്മയുടെയും ഒക്കെ സന്തോഷം ഒന്ന് കാണട്ടെ. അതിനുശേഷം വേണം എൻ്റെ അനിയനുള്ള തിരിച്ചടി കൊടുക്കാമെന്ന്. എന്നാൽ ശരി കണ്ണേട്ടൻ സൂക്ഷിക്കണോട്ടോ എന്നും പറഞ്ഞ് മഹാലക്ഷ്മി കണ്ണനെ യാത്രയാക്കുന്നുണ്ട്. പിന്നീട് വെളിയിൽ വന്നതും അനന്ത് വരുമ്പം ഞാൻ പോവാടാന്ന് പറയുമ്പം, നീ ഇപ്പോൾ എങ്ങോട്ടാ, വീട്ടിലേക്കാണോ ഓഫീസിലേക്കാണോ എന്ന് വയ്ക്കുമ്പം, ഞാനിപ്പോൾ വീട്ടിലേട്ടാ. ഇന്നിനിപ്പോൾ എന്തായാലും ഓഫീസിൽ പോകാനൊരു മൂഡില്ല. വീട്ടിൽ ചെല്ലുമ്പം കാണാം എൻ്റെ രണ്ടാനമ്മയുടെയും എൻ്റെ അനിയൻ്റെയും മഹത്തെ സന്തോഷം. അതും കൂടി കണ്ടിട്ട് വേണം അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാമെന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും നീ പ്രതാപിന് കണക്കിന് കൊടുത്തല്ലോ, അതേതായാലും നന്നായിടാ. ഇനിയും ഇതുപോലെ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ തിരിച്ചടി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒരു പാഠം പഠിച്ചോളും. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം മഹിയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് പോലും ആർക്കും അറിയില്ല. അതുമാത്രമല്ല, ഞാനും മഹിയും പിരിയാൻ നിൽക്കുക. എന്നിട്ടും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്ന അസുര ജന്മങ്ങൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കുഞ്ഞ് ജനിക്കാൻ അനുവദിക്കില്ല. എന്നെയും മഹിയെയും ആ കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കാനാണ് നോക്കുകയുള്ളൂ. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല കണ്ണ. നിൻ്റെ ബന്ധുക്കൾക്ക് നിൻ്റെ സ്വത്ത് മാത്രം മതി, അല്ലാതെ നീ ജീവിച്ചിരിക്കണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല. അതുമാത്രമല്ല, ആ സ്വത്തിനൊരു അവകാശി വരുവാന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അടങ്ങിയിരിക്കില്ല. എന്തായാലും ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെടാന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോനെയാണ്. മാർക്കോയാണെങ്കിൽ ഈ ഗുണ്ടകളിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. മേഘനാഥന് ആ ഒരു ഗുണ്ട എഴുതി കാണിച്ചതാണെന്നുള്ള വിവരം. അങ്ങനെ നേരെ പോകുന്നത് മേഘനാഥൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെന്നതും ലോപ്പസിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ കയറി അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്ന്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മേഘനാഥനാണെങ്കിൽ ആ ഒരു കിടപ്പിൽ തന്നെ കിടക്കാണ്. ആ സമയത്ത് സീമന്തനിക്ക് ഈ മാർക്കോയെ കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട്. സീമന്തനി പേടിയോടുകൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മാർക്കോ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പം ഇവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ആ സമയം സീമന്തനി പറയുന്നുണ്ട്, ഒരു മാറ്റമില്ല മോനെ, ഇങ്ങനെ തന്നെയാണ്, ഇനിയിപ്പോൾ കുറേ കാലം ഇങ്ങനെ തന്നെ കിടക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് വിഷമം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം, പിന്നെ എൻ്റെ മോനല്ലേ, എനിക്ക് വിഷമമില്ലാണ്ടിരിക്കുമെന്ന്. ആ സമയത്ത് സീമന്തിനിയോട് മാർക്കോ പറയുന്നുണ്ട്, അപ്പം നിങ്ങളുടെ മോനക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെയല്ലേ മഹാലക്ഷ്മീനെ എത്ര പ്രാവശ്യം ഇവൻ കൊല്ലാൻ നോക്കി. അന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോനക്ക് സപ്പോർട്ടല്ലായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവും ആ പ്രതാപനും ചേർന്ന് മഹാലക്ഷ്മിയെ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കി. ഇനി ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ നിമിഷം എൻ്റെ കൈകൊണ്ടായിരിക്കും ഇവൻ്റെ മരണം. അത് കേട്ടതും സീമന്തിനി പറയുന്നുണ്ട്, മോനെ, ഇനി ഇവനൊരു തെറ്റിനും വരില്ല, നീ ഇവനെ വെറുതെ വിടണം, ഇനി ഉപദ്രവിക്കരുത്. ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ തന്നെ ഇവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാമെന്ന്. ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ തന്നെ കിടക്കാണ്. അങ്ങനെ നമ്മളുടെ മാർക്കോ മേഘൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ നിൻ്റെ ശൗര്യമൊക്കെ പോയോ? നിനക്ക് ആരെയും കൊല്ലാൻ മടിയൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പം നിൻ്റെ അവസ്ഥ എന്താടാ? ഇനി നീ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കുമെന്നും തോന്നണില്ല. എന്തായാലും നിനക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയേക്കണേന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടുന്ന് പോകുന്നുണ്ട്. മാർക്കോ പോയി കഴിഞ്ഞതും സീമന്തനെയാണെങ്കിൽ ആശ്വാസത്തോടുകൂടി നെഞ്ചത്ത് കയ്യും വെച്ചുകൊണ്ട് മേഘനോട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ മേഘ, നീ നിൻ്റെ കാര്യം നോക്കി എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ണൻ്റെ സ്വത്തൊന്നും പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? ഇപ്പോൾ സ്വത്തുമില്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല. അതും പറഞ്ഞ് സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയാണ്. ഉണ്ണി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കരുണയുടെ കോള് വരുന്നുണ്ട്. കോള് കണ്ടതും കരുണയല്ല വിളിക്കണേന്ന് പറഞ്ഞ് ഉണ്ണി ഫോൺ എടുത്തിട്ട് എന്താ കരുണയെന്ന് വയ്ക്കുമ്പം, ഉണ്ണിയേട്ട എന്തായി കാര്യങ്ങൾ, അവൾ പലഹാരം കഴിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വയ്ക്കുമ്പം, അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ കരുണ, എന്തായാലും അവർ പലഹാരം കഴിച്ചിട്ടുണ്ടാവും. അമ്മ ഉണ്ടാക്കുന്ന പലഹാരം അവർക്ക് അത്രയ്ക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവരത് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വിവരങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ട എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണോട്ടോ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം മോഹിനിയാണെങ്കിൽ പ്രതാപന് ചൂടുവെള്ളമായിട്ട് വരുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എടി മോഹിനി, നിൻ്റെ മോളിന്ന് വിളിച്ചില്ലേ എടി? ആ സമയത്ത് മോഹിനിയുടെ മനസ്സിൽ പല സംശയങ്ങളും തോന്നുന്നുണ്ട്. ഇവരെന്തിനാ ഇപ്പം മോളെ വിളിച്ചോന്ന് ചോദിക്കണേ. ആ സമയത്ത് മോഹിനി അതൊന്നും വെളിയിൽ കാണിക്കാണ്ട് പറയുന്നുണ്ട്, ഇല്ല മോളിന്ന് വിളിച്ചില്ല. അപ്പം നീ അങ്ങോട്ടും വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങോട്ട് വിളിച്ചു, എന്താണെന്നറിയില്ല, മോള് ഫോൺ എടുത്തില്ല. അതെന്താടി നിൻ്റെ മോള് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പം, ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്നും പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്.
മോഹിനി പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, ഇപ്പം അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ മോൾക്ക് കുഞ്ഞുണ്ടാവാൻ പോകുമല്ലോ എന്നുള്ള സന്തോഷം അവൾക്കുണ്ട്. ആ സന്തോഷം അധികം നേരമൊന്നും ഉണ്ടാവില്ലടാ. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ അവളുടെ സന്തോഷമൊക്കെ പോകും. രാവിലെ തന്നെ അവൾ കേൾക്കുന്ന വാർത്ത അവളുടെ മോളുടെ കുഞ്ഞ് പോയി എന്നായിരിക്കും. അതോടുകൂടി അവളുടെ ഈ ചാട്ടമൊക്കെ മാറുമെന്ന്. അത് കേട്ടതും പ്രതാപനും കരുണയും സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയിട്ടില്ല എന്നുള്ള വിവരമൊന്നും ഇവരറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മഹാലക്ഷ്മി ആസ്പത്രിയിലാണെന്നും അറിഞ്ഞിട്ടില്ല. മഹാലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അതറിയാനുള്ള ആകാംക്ഷയോടുകൂടി തന്നെയാണ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയൊക്കെ ഇരിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കണ്ണൻ തന്നെ ഈ പ്രതാപനും അതുപോലെ ഉണ്ണിക്കൊക്കെ നല്ല മുട്ടം പണി കൊടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.